എൻ്റെ മോള് ചോറുണ്ണാനിരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ ആദ്യം വിളിച്ച് പറയണത് അപ്പട്ടം എന്നാണ്. കുറേ ആലോചിക്കൊന്നും വേണ്ട, പപ്പടം. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആളെ എൻഗേജ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം പപ്പടം കൊടുത്തതാണ് ഇപ്പോൾ പണിയായത്. ആൾക്ക് പപ്പടം വേണം. പപ്പടമല്ലേ, എന്നാൽ പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതേപോലെ കുറച്ച് ഉഴുന്ന് കഴുകി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് നല്ലെണ്ണയും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുറച്ചൊരു അനാക്കൊണ്ട ഉണ്ടാക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക, പരത്തിയെടുക്കുക, വീണ്ടും ഷേപ്പിനായിട്ട് മുറിച്ചെടുക്കുക. കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളാണെങ്കിലും ജാവ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അന്ന് നമുക്ക് വേറൊരു പണിയും നടക്കില്ല. എന്നിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. ഇനി വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എയർ ഫ്രൈ ചെയ്തിട്ടാണ് ഇത് ഉണക്കിയെടുക്കുന്നത്. നല്ലോണം ഉണങ്ങി കിട്ടണം കേട്ടോ, ഇല്ലേ പെട്ടെന്ന് തന്നെ പൂത്തുപോകും. ഇടയ്ക്കിടയ്ക്കൊക്കെ കുറച്ച് അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം, ഇത് പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ, നമ്മൾ പപ്പടം റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല ചൂടുള്ള വെളിച്ചെണ്ണയിലൊക്കെ ഇട്ട് പൊരിച്ചെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്.